ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം തൻ്റെ ഫോൺ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നു എന്നുള്ള കാര്യം വേദനോട് പറയുമ്പോൾ വേദ ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രം എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? വേഗം പോയി നിൻ്റെ ഫോൺ നോക്കാൻ നോക്ക്. എന്നിട്ട് നിൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചിട്ട് ജോസഫിനോട് വരാൻ പറയാമെന്നൊക്കെ പറയുകയാണേ. ആഹാ, നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ എൻ്റെ ഫോൺ ആവശ്യമായില്ലേ? ഇപ്പം നോക്കുന്നുണ്ടല്ലോ നല്ലോണം. ഞാൻ നേരത്തെ നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഫോൺ അന്വേഷിച്ചെടുക്കുകയാണേ. ഈ സമയം ശ്രീനിസാറാണെന്നുണ്ടെങ്കിൽ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം എന്താ അങ്ങനെ വെള്ളാടിയിരിക്കുന്നത്, വിഷമിച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ സുധ ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാണ്, എനിക്ക് തോന്നുന്നൊന്നുമല്ല, എനിക്കറിയാം നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നത് വിക്രത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് വിക്രത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാഞ്ഞത് നിങ്ങൾക്ക് നല്ല സങ്കടമായില്ലേ? എന്തായാലും എനിക്കതിൽ സങ്കടമുണ്ട്. ഞാൻ ഒരു പെണ്ണ് കേസിലായതുകൊണ്ട് മാത്രമാണ് വിക്രത്തിനെ സഹായിക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു പെണ്ണല്ലേ, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. ഞാൻ ചെയ്തത് തെറ്റായി പോയോ ശ്രീനേട്ടാന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഒരു പെണ്ണെന്ന നിലയിൽ നീ ചെയ്തത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും ആ ഒരു സമയത്ത് അവനെ നമ്മൾ കാര്യമായിട്ട് നോക്കിയില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറയാണ്. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒന്ന് വിളിച്ച് നോക്ക്. വിളിച്ച് വിവരം പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും എന്താണെന്ന്. പാർട്ടിയുടെ കാര്യമല്ലേ, രാഷ്ട്രീയ ഭാവിക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നത് കൊണ്ടായിരിക്കും നമ്മളത് ചെയ്യാനെന്ന് അവന് മനസ്സിലാവും. എന്ത് രാഷ്ട്രീയ ഭാവി സുധേ, അവനായിട്ട് ഉണ്ടാക്കി തന്നതല്ലേ ഇതൊക്കെ, ഈ രാഷ്ട്രീയ ഭാവിയൊക്കെ. പിന്നെ എന്താണ് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ? എന്തായാലും സാരില്ല, വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രീനി സാറ്. പിന്നീട് കാണിക്കുന്നത് അച്ഛൻ കവലയിലേക്ക് വരികയാണ് കേട്ടോ, അമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കും, ഞാനിപ്പോൾ വരാം. എങ്ങോട്ടാ? ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ വീട്ടിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ലായിരുന്നു. ആ ചന്ദ്രൻ ഇപ്പോഴാണ് ഒരു ചാക്ക് വളം എടുത്തു തന്നത്. എന്തായാലും ഞാൻ അതൊന്ന് കൊണ്ടുവച്ചിട്ട് വരാം. അതെ, വിക്രമും വേദയും അമ്പലത്തിൽ പോയിട്ടുണ്ടാവും വീട് പൂട്ടിയിട്ട്. അടുക്കളയിലെ ഗ്രില്ല് തുറന്നു എടുക്കണമെങ്കിൽ ഒന്ന് പൂട്ടിക്കണേ എന്നൊക്കെ പറയൂ കേട്ടോ. ആ ശരി, ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് മാഷ് ഓട്ടോയിൽ കയറി പോകും കേട്ടോ. കമലാമ്മ അവിടെ തന്നെ നിൽക്കും. ഇതേ സമയം വിക്രമും വേദയുടെ ഫോൺ അന്വേഷിച്ച് നടക്കാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടന്നിട്ടും ഫോൺ കാണുന്നില്ല. അയ്യോ, ഫോൺ കാണുന്നില്ലല്ലോ, നീ എവിടെ കൊണ്ട് വെച്ചെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നൊക്കെ വേദയും പറയുന്നുണ്ട്. എന്തായാലും നോക്കാം, എവിടെയെങ്കിലും ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ ഇവിടെ ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. ആ ഫോൺ കിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ വേദയ്ക്ക് ഓർമ്മ വരികയാണ് അമ്മയുടെ റൂമിലുണ്ടെന്നുള്ള. അമ്മ മേടിച്ചിട്ടുണ്ടായി, ഞാൻ നോക്കിയിട്ട് വരട്ടെ. കിട്ടിയോന്ന് വിക്രം വിളിച്ച് ചോദിക്കുമ്പോൾ, ഇല്ല കിട്ടിയില്ല. ഓഹ്, എന്തൊരു കഷ്ടമാണെന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് വിക്രവും കൂടിയിട്ട് അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക് വരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഫോൺ കിട്ടും കേട്ടോ. അയ്യോ, ഫോൺ കിട്ടി എന്ന് പറഞ്ഞിട്ടാ. ഇങ്ങോട്ട് കൊണ്ടായോ? ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ച് നോക്കട്ടെ, അതിനിതിൽ ചാർജില്ല, സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. അത് കുത്തിയാൽ ചാർജ് കയറുമല്ലോ. അയ്യോ, ഫോൺ കുത്തിവെച്ച് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ കുത്തിവെച്ച് സംസാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയട്ടോ. ഓഹ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന് വിക്രം പറയുകയാണേ. എന്താ പറഞ്ഞത് നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല എന്ന് പറയാൻ കേട്ടോ വിക്രം. ആ സമയം വേദ പറയുന്നുണ്ട്, അതിലൊന്ന് ചാർജ് കയറിക്കോട്ടെ, നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, ഒന്നൊരു സമാധാനത്തിൽ സംസാരിക്കുക എന്ന് വിക്രം പറയുന്നുണ്ടിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ഓരോന്നും പറഞ്ഞിട്ട് വഴക്കാവണം കേട്ടോ. നീ എന്താടി പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രവും ദേഷ്യപ്പെടുന്നുണ്ട്. ഓ, നിങ്ങൾ പിന്നെ കൂലിക്കാരനാണല്ലോ, ആ ശ്രീനിവാസൻ്റെ കൂലിക്കാരൻ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്ക് ശ്രീനിസാറിനെ എടുത്തിടുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരികയാണ്. അപ്പോൾ വേദന അടിക്കാനായിട്ട് കയ്യോങ്ങാണ്. നിൻ്റെ ഫോൺ ഞാൻ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്തിട്ട് ഒറ്റ കേട്ടോ. നിങ്ങൾ എന്താ കാണിച്ചത്? എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചോ? നിങ്ങൾ സ്ത്രീകളുടെ മുന്നിൽ വെച്ച് അതിക്രമം കാണിക്കുന്നു, നിങ്ങളെ ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വേദ പോയിട്ട് ആ ഫോൺ നോക്കുന്നുണ്ട്. ഫോൺ നോക്കുമ്പോഴേക്കും ഫോൺ അങ്ങോട്ട് ഇതായിട്ട് പോകുന്നുണ്ട്. വേഗം തന്നെ വേദ ഒരു പില്ലോ എടുത്തും കണ്ടിട്ട് വിക്രത്തിൻ്റെ പുറത്ത് അങ്ങനെ ആഞ്ഞടിക്കുകയാണ് കേട്ടോ. അയ്യോ, തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് വിക്രം ഓടിങ്ങായിട്ട് ബെഡിലേക്ക് വീഴുന്നുണ്ട്. ബെഡിലേക്ക് വീഴും പറഞ്ഞ് അപ്പുറത്തോട്ട് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ വിക്രമിൻ്റെ കയ്യിൽ ഒരു പില്ലോ കിട്ടും. വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന അടിക്കും. അങ്ങനെ രണ്ടുപേരും ഭയങ്കര അടി കൂടും കേട്ടോ. പെട്ടെന്ന് ഒരു തലണം കൊണ്ടിട്ട് ഒരു മരുന്ന് വിക്രമിൻ്റെ മുഖത്തേക്ക് വീഴുട്ടോ. അയ്യോ, അച്ഛൻ്റെ കാലിൽ പറ്റുന്ന കൊട്ടഞ്ചക്കാതി കുഴമ്പാണ്, നാറും, ഒന്ന് പോയി കുളിക്കും മനുഷ്യാന്ന് പറഞ്ഞിട്ട് വിക്രമിനോട് പറയാണ് കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ മണം നോക്കുമ്പോൾ ഛർദ്ദിക്കാൻ വന്നിട്ട് വയ്യാന്നുള്ള രീതിയിൽ നിൽക്കുകയാണേ. അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അവരുടെ റൂമിൽ തന്നെ ബാത്റൂമിൽ കുളിക്കാനായിട്ട് പോകും. ഇതേ സമയം വിക്രമിൻ്റെ ഫോണിലേക്ക് ശ്രീനിസാറ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ സുധ വന്നിട്ട് ചോദിക്കുക, എന്താ സ്വിച്ച് ഓഫ് ആണോ? അല്ല, റിങ് ഉണ്ട് പക്ഷെ എടുക്കുന്നില്ല. അത് അങ്ങനെ ഒരു പതിവില്ലാത്തതാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും അവന്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ പോയി സംസാരിക്കണം എന്ന് സുധ പറയും.
അന്നേരം ശ്രീൻ സാർ പറയണേ 2 ദിവസം മുമ്പ് നീ അവനെ വേണ്ട കയറ്റണ്ട എന്നൊക്കെ പറഞ്ഞ ആളാണ്, ഇപ്പം എന്താ പെട്ടെന്നൊരു മനസ്സ് മാറ്റം? ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറയട്ടോ. എന്തായാലും അവനോട് കണ്ട് കാര്യം പറഞ്ഞാലും ശരിയാകുമല്ലോ, അവനെ നമുക്ക് നമ്മുടെ കൂടെ തന്നെ നിർത്താമെന്നൊക്കെ പറയട്ടോ. എൻ്റെ സുധ മനസ്സിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള നേരത്ത് അവനെ നമുക്ക് ഉപയോഗിക്കാം, അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നേരത്ത് അവനെ വേണ്ടാന്നും വെക്കാമെന്നൊക്കെ മനസ്സിലിങ്ങനെ സുധ പറയുന്നുണ്ട് കേട്ടോ. ശ്രീൻ സാറിനാണെന്നുണ്ടെങ്കിൽ സുധര രൂപമാറ്റത്തിലും സ്വഭാവമാറ്റത്തിലൊക്കെ എന്തോ ഒരു ഇത് തോന്നുകയാണ് കേട്ടോ. എന്തായാലും അത് സൂത അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്തായാലും അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുകയാണേ. പിന്നീട് കാണിക്കുന്നത് മാഷ് ആ വളവും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗേറ്റൊക്കെ തുറന്നു എടുക്കുന്നുണ്ട് കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഫോണ് വിക്രം വീണ്ടും ചവിട്ടി തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പള്ളമാരുടെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വേദ അത് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വിക്രം ആണെന്നുണ്ടെങ്കിൽ കുളിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മാഷ് വന്ന് നോക്കുമ്പോൾ എല്ലാ വാതിലുകളും തുറന്നു ഇട്ടിരിക്കുന്നുണ്ട്. വിക്രവും വേദ അമ്പലത്തിൽ പോയി എന്നാണ് കേട്ടോ മാഷും വിചാരിക്കുന്നത്. കാരണം അവിടെ ബൈക്ക് കാണുന്നില്ല. മാഷാണെന്നുണ്ടെങ്കിൽ പതുക്കനെ അകത്തേക്കൊക്കെ കയറി നോക്കുന്നുണ്ട്. അകത്ത് കയറി നോക്കുമ്പോൾ കിച്ചൻ്റെ ഗ്രില്ലും എല്ലാ സാധനങ്ങളും ഒക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ മാഷിങ്ങനെ മനസ്സിൽ എല്ലാം തുറന്നിട്ടിട്ടാണ് അവർ പോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വാതിലൊക്കെ അങ്ങ് അടയ്ക്കാണ് കേട്ടോ. വാതിലും ഗ്രില്ലും എല്ലാതും അടയ്ക്കാണ്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവും ആരോ വന്നിട്ടുണ്ട്, വാതിൽ അടയ്ക്കുന്നുണ്ട്. വേദ ഓടി ചെന്നിട്ട് വാതിലുമ്പോൾ കൊട്ടാണ്. അപ്പോഴേക്കും മാഷ് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവും. ഗേറ്റും അടയ്ക്കാണ് കേട്ടോ. അച്ഛാ എന്ന് ഉറക്കനെ വിളിക്കുന്നുണ്ടെങ്കിലും മാഷ അതൊന്നും കേൾക്കുന്നില്ല. മാഷ അത് കേൾക്കാതെ ഓട്ടോയിൽ കയറി പോകും കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മാഷ് കവലയിലെത്തുമ്പോൾ നീ എന്താ പറഞ്ഞത്? വിക്രമും വേദയും വാതിലൊക്കെ പൂട്ടി അമ്പലത്തിൽ പോയിട്ടുണ്ടാവുന്നു, എല്ലാം തുറന്നു മലത്തിട്ടിട്ട് പോയിരിക്കുന്നത് അവരെന്ന് പറയേ. അപ്പോൾ കമലാൻ പറയും അങ്ങനെ വേദ ചെയ്യാൻ വഴിയില്ലല്ലോ, ആ കുട്ടി അങ്ങനെ ചെയ്യൂലല്ലോ എന്ന് പറയുമ്പോൾ നിൻ്റെ മോൻ്റെല്ലോ വിക്രം, അവനായിട്ടല്ലോ കൂട്ട്, അപ്പോൾ പിന്നെ അതൊക്കെ പഠിക്കും, പിന്നെ വകതിരിവേ വട്ടപൂജ ആയിട്ടുണ്ടാവും അവളുടെ എന്ന് പറയുകയാണേ. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് മാഷ് കമലാമ്മനെ വിളിച്ച് പോകുകയാണേ. പിന്നീട് കാണിക്കുന്നത് പുളിക്കൻ വിക്രത്തിനെ അന്വേഷിച്ച് വരികയാണ്. വിക്രത്തിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അവനിവിടെ ഇല്ലേന്ന് ചോദിച്ചിട്ട് വരുമ്പോൾ ആ ഫോണിൽ ഒന്നും കൂടെ വിളിച്ച് നോക്കട്ടെ എന്ന് അനിയൻകുട്ട പറയാണ്. അങ്ങനെ ഫോൺ വിളിച്ച് നോക്കുകയാണ്. ഫോൺ വർക്ക്ഷോപ്പിലുള്ള കാര്യം ആർക്കും അറിയുന്നില്ല കേട്ടോ. ഫോൺ സൈലൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ റിങ് ചെയ്യുന്നിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ശ്രീനി സാറിന് എന്തോ വിഷമം, അത് അങ്ങനെ പറയട്ടോ വിളിക്കാൻ. അപ്പോൾ ജോസഫ് പറയും ഈ വിഷമം കുറച്ച് ദിവസം മുമ്പ് കണ്ടില്ലല്ലോ, അവനൊരു പ്രശ്നം വന്ന് ജയിലിലാവുന്നു കേട്ടപ്പോൾ ശ്രീനി സാറ് എന്താ അനങ്ങാതിരുന്നത്? അയ്യോ അത് ശ്രീനി സാറിൻ്റെ അവസ്ഥ അപ്പോഴത്തെ അങ്ങനെയായിരുന്നു. എന്തവസ്ഥ പുളിക്ക, എന്തവസ്ഥ? ഒരവസ്ഥയില്ല. പെണ്ണ് കേസിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് അത് ദോഷമാണ്, അതുകൊണ്ടല്ലേ ഇടപെടാഞ്ഞത്. എന്തായാലും വളരെ മോശമായിപ്പോയി എന്ന് പറയും. അപ്പോൾ ജോസഫും പറയുന്നുണ്ട് കേട്ടോ, അത് ശരിയാണ്, അത് ചെയ്യാഞ്ഞത് വളരെ മോശമായിപ്പോയി. പക്ഷേ എന്തായാലും വിക്രത്തിന് അങ്ങനെ മനസ്സിലൊന്നും ഇല്ല കേട്ടോ. വിക്രത്തിനെ കൊണ്ടുവരാനായിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോകും, ഞാൻ പറയാമെന്ന് പറയുകയാണേ. അങ്ങനെ പുണിക്കാൻ പോകും. അപ്പോൾ സജീവനാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് ഒന്നും കൂടെ റിങ് ചെയ്ത് നോക്കണം. അപ്പോഴേക്കും സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവും കേട്ടോ ഫോൺ. അപ്പോൾ സജീവനാണെങ്കിൽ ജോസഫിനെ വിളിച്ചിട്ട് പറയാണ്, ജോസഫേ താൻ എന്തായാലും ഒരു കാര്യം ചെയ്യും, താൻ അവരെ വീട്ടിൽ പോയിട്ട് വിക്രത്തിനോട് കാര്യം പറയും. എന്തായാലും ശ്രീനി സാർ അന്വേഷിച്ച് ഒരാളെ വിട്ടതല്ലേ, അവനത് അറിഞ്ഞിരിക്കട്ടെ എന്ന് പറയാം കേട്ടോ. ശരി എന്നാൽ ഞാൻ പോയിട്ട് വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു പോവുകയാണേ. പിന്നീട് കാണിക്കുന്നത് വേദയാണെന്നുണ്ടെങ്കിൽ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ ഫോൺ വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഫോൺ സ്വിച്ച് ഓഫ് ആയി, ഫോൺ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്ന വേദയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.